നമുക്ക് കലോത്സവത്തിന്റെ രഞ്ജിത്തെ പ്രധാന വേദിയിൽ നമ്മൾ ഒരാളെ നിർത്തിയിട്ടാ പോകുന്നത്. പ്രധാന വേദിയിൽ ഒന്നല്ല രണ്ടുപേരുണ്ട്. അവിടെ അരുൺ സോളമൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് രണ്ടുപേരുണ്ട്. വിപിൻ വേളി അവിടെയാണോ? വിപിൻ വേളി അല്ല, നമ്മളെ നന്ദു ഉണ്ട്. അച്ഛനാണോ? രണ്ടുപേരുണ്ട്. അപ്പൊ നേരെ നമുക്കൊന്ന് അരുൺ സോളമനിലേക്ക് പോകാം. രഞ്ജിത്തെ, നമുക്ക് അടുത്ത യാത്രയ്ക്ക് സമയമായി തുടങ്ങാം. അതെ, റെഡിയല്ലേ? പ്രസാദേ വണ്ടി എടുക്കാം. അപ്പൊ നമുക്കപ്പോ ഒരാൾ കൂടി അതിഥിയായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ അരുൺ സോളമനോട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കട്ടെ. അരുൺ സോളമൻ, നമുക്ക് ഒപ്പം അതിഥികളുണ്ട്. അതിഥികളിലേക്ക് നമുക്ക് ഒരു മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസിയിലേക്ക് നമുക്ക് പോകണം. അതിനു മുൻപ് അവിടെ എന്തായി? ഉദ്ഘാടനത്തിന് തയ്യാറായോ? സുജയ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആദ്യം ഇപ്പോൾ 9 മണിയോടുകൂടി തന്നെ പതാക ഉയർത്തൽ ചടങ്ങാണ് ആദ്യമായി നടക്കുക. ഈ പതാക ഉയർത്തുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസാണ്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ വളരെ ബാൻഡ് മേളം, അതുപോലെ തന്നെ NCCയുടെയും NSSൻ്റെയും സ്റ്റുഡൻറ്റ് പോലീസിൻ്റെയും ഒക്കെ വലിയൊരു സേന തന്നെ ഉണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ഇന്നിപ്പോൾ ഈ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇതിലിപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മണിയോടുകൂടിയായിരിക്കും ഈ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റഡീസിലെ MD നിലയിൽ മുഖ്യമന്ത്രിയായിരിക്കും ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുക. ഇതിനുശേഷം ഇതേ വേദിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു സംഘ നൃത്തവും അതുപോലെ തന്നെ നൃത്ത ആവിഷ്കാരവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള വെള്ളാർമല GHSSലെ കുട്ടികളാണ് ഈ സംഘ നൃത്തം അവതരിപ്പിക്കുക. ഇതിന് അനുബന്ധിച്ച് തന്നെ ഒരു നൃത്ത ആവിഷ്കാരം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക കലാ നൃത്ത രൂപങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് 10 മിനിറ്റുള്ള നൃത്ത ആവിഷ്കാരം കൂടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാവാലം ശ്രീകുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ 44 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. 28ഓളം കുട്ടികൾ എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൻ്റെ തന്നെ കുട്ടികളാണ്. ബാക്കിയുള്ളത് ഇടുക്കിയും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിലെ കുട്ടികൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു ചടങ്ങുകളോടുകൂടിയാണ് ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുക. അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ 9 മണിക്ക് ഈ പതാക ഉയർത്തുന്നതോടുകൂടി ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു കൊടിയേറ്റം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ 5 ദിവസം തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ട് സ്കൂൾ കലോത്സവം അരങ്ങേറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഇപ്പോൾ പതാക ഉയർത്തുന്ന ആ ഒരു കർമ്മ പരിപാടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടുന്നത് ഇവിടുത്തെ ഈ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ്. കുട്ടികൾ അവരുടെ ദിവസമാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് 15,000-ഓളം കലാകാരന്മാരും കലാകാരികളും ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് പ്രധാനമായിട്ടും NCCയുടെയും NSSൻ്റെയും അതുപോലെ തന്നെ ഈ സ്റ്റുഡൻറ്റ് പോലീസിൻ്റെയും ബാൻഡ് മേളത്തിൻ്റെ താള മികവോടുകൂടി ഈ ഉദ്ഘാടന കർമ്മങ്ങൾ അരങ്ങേറുന്നതിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ പതാക ഉയർത്തുകയാണ്. ഷാനവാസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഇപ്പോൾ പതാക ഉയർത്തുകയാണ്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. പേരെന്താ?